Good morning, all. No, good morning, all. Okay. Good morning, ma'am. Okay, good morning. Morning, ma'am. അപ്പോ നമ്മള് ഡയറ്ററി സർവീസിന്റെ PDF എടുക്കാട്ടോ എല്ലാവരും. അല്ലെ, നമ്മളൊക്കെ പുതിയ ചാപ്റ്റർ എന്ത് തുടങ്ങാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ മറ്റത് കഴിഞ്ഞില്ലായിരുന്നോ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ എടുക്കാം. ആക്ച്വലി ഞാൻ നാളെയാണ് കയറുണ്ടായിരുന്നത്, പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് നേരത്തെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ എല്ലാവരും ഒന്ന് എടുക്കാം. 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഡയറ്ററി സർവീസ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ഡയറ്ററി സർവീസ് എന്താന്നുള്ളത് ജസ്റ്റ് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. ഇല്ല, ക്ലാസ്സിൽ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എനിവേ നിങ്ങള് മനസ്സിലാക്കുക, ഡയറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മള് പരിശോധനയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് മെഡിസിൻ തരും. അതിനോടൊപ്പം തന്നെ എന്താണ്, ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയും ഇന്ന ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഇന്ന ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ തരും. ഓക്കെ, അപ്പൊ ഡയറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡയറ്റീഷ്യനെ കാണിക്കണമെന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ടത്. ഓക്കെ, ഡയറ്റ് ചാർട്ടൊക്കെ തയ്യാറാക്കാനൊക്കെ ആയിട്ട് പറയും. ഓക്കെ, പറഞ്ഞ നിങ്ങളുടെ മൈൻഡിലുള്ള അതേ ആൻസർ തന്നെയാണ് ഇതിലുള്ളത്. ഇതിന്റെ സർവീസും അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചിലത് ഉൾപ്പെടുത്തണം, ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, അഥവാ ചിലത് വേണ്ടാതെ വെക്കണം. അത് ചില ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും. ചിലർക്കൊന്നും ഡയറ്റീഷ്യന്റെ ചാർട്ട് വേണമെന്ന് നിർബന്ധം പറയില്ല. അവർക്ക് ഡോക്ടേഴ്സ് ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി, അതോടൊപ്പം തന്നെ ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചയക്കുകയാണ് ചെയ്യും. എനിവേ ചില ഇൻപേഷ്യൻസിനെയൊക്കെ എന്താണ്, അതായത് കിടത്തി ചികിത്സിക്കുമ്പോൾ അവരുടെ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റ് ചാർട്ട് പ്രകാരമുള്ള ഭക്ഷണവും മെഡിസിനും കൊടുത്തതിന് ശേഷമാണ് ഇവരുടെ രോഗാവസ്ഥയെ കൺട്രോൾ ചെയ്ത് പിന്നീട് വീടുകളിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻപേഷ്യന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡയറ്റീഷ്യന്റെ കൗൺസിലിംഗ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അവര് പറഞ്ഞിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് മാറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണുള്ളത്? ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് that means the needs of a patients coming from outside regarding diet. അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പേഷ്യന്റ് ഗിവൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പറ്റിക്കളയാം. റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻസ് and food counseling based on their needs while taking their kind and nature of diseases consideration. Okay, ഇത് ചെറിയ 2 മിസ്റ്റേക്ക് അത് 2 ഉള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. Hospital dietary service is a service that meets the needs of a patient coming from outside regarding diet. Okay, regarding diet recommendations and food counseling based on their needs while taking their kind and nature of diseases consideration. അതായത് ഇതിലെന്താ പറയുന്നത്, നമ്മുടെ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്, ഒരു പേഷ്യന്റിന്റെ രോഗം എന്താണ്, അതിന്റെ തരം, സ്വഭാവം എന്താണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് അല്ലെ. അവരുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കി അതിന്റെ തരം അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് സർവീസ് that meets the needs of a patients coming from outside patient
outside regarding diet, recommendations, and food counseling based on their needs while taking their kind and nature of a disease. അതായത് രോഗത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഏത് തരം രോഗമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ബേസിൽ അവർക്ക് ഫുഡ് കൗൺസിലിംഗ്, അതായത് ഭക്ഷണ കാര്യങ്ങളെല്ലാം എന്താണെന്ന് കൗൺസിൽ ചെയ്ത് കൊടുക്കുന്നു. അതല്ലെങ്കിൽ എന്താണ് ഡയറ്ററി ചാർട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കുന്നു. ആ രീതിയിൽ അവർക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് ഫുഡ് പ്രദാനം ചെയ്യുന്ന ഒരു സർവീസ് കാര്യമാണ് എന്ത് പറയുന്നത്, ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡയറ്ററി സർവീസ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റർ തന്നെയാണ്. ഒരു രോഗം എന്താണെന്ന്, ആ രോഗം ഏത് തരത്തിലുള്ള സ്വഭാവം നമുക്കറിയാം. ചിലവർക്ക് ഉപ്പ് ഉൾപ്പെടുത്തണം എന്ന് പറയും, ചിലർക്ക് ഉപ്പ് പാടില്ല എന്ന് പറയും, ചിലർക്ക് എന്താണ് ഷുഗർ ഉള്ളവരാണെങ്കിൽ എന്താണ് അവർക്ക് മധുരം ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറയും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അസുഖത്തിനനുസരിച്ചിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ അല്ലെങ്കിൽ ഉൾപ്പെടേണ്ട പാടില്ലാത്തവ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സർവീസ് ആണ് എന്ത്, ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നോക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റെസ്റ്റോറേഷൻ ഓഫ് എ ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. അതായത് നമ്മുടെ ഇപ്പൊ അല്ലെ, നമ്മള് പണ്ടൊന്നും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള അവലോകനത്തോട് കൂടിയിട്ടാണ് ഇന്നിന്ന സാധനങ്ങളിൽ ഇന്നിന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലെ, ഇന്നിന്ന അതുകളുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഇതിലുണ്ട്, ഇത്ര കലോറി ഇതിലാണ് ഇത്തരം സാധനങ്ങളിലുള്ളത്. അതൊക്കെ എന്താണ് ശാസ്ത്രീയമായ രീതിയിലുള്ള അവലോകനം നടത്തിയിട്ടാണ് എന്താണ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നത്. റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആരോഗ്യം വീണ്ടെടുക്കൽ. ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ശാസ്ത്രീയമായ അവലോകനത്തിന്റെ കാഴ്ചപ്പാടിലാണ് എന്തിനാ ഈ ഡയറ്ററി സർവീസ് ഒക്കെ സേവനം ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ചാർട്ട് തയ്യാറാക്കുമ്പോൾ ഇന്നിന്ന വസ്തുക്കൾ ഉൾപ്പെടുത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ ഇന്നിന്ന അല്ലെ എത്രത്തോളം കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രീയമായ അവലോകനം ചെയ്തിട്ടാണ് ഇന്നിന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുവഴി എന്താണ് ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടുള്ള നടപടികൾ, സേവനങ്ങള് കാഴ്ചവെക്കുന്നു. Okay, it is the most significant hospital supporting service. അതൊരു പ്രധാനപ്പെട്ട സർവീസ് ആണ്. അസിസ്റ്റിംഗ് ഇൻ ദ restoration of a health through diet created using science. Then educating the patients who are receiving treatment at the hospital regarding use and benefit of various foods and healthy diets. അതായത് ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്, contains adequate amount of all necessary nutrients required for health, growth and activity. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ, അവർക്കറിയാം ഇന്നിന്ന അളവില് ഇന്നിന്ന സാധനങ്ങളിൽ ഉണ്ട്. ന്യൂട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ പോഷക ആരോഗ്യപരമായിട്ടുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് അനുസരിച്ചിട്ടുള്ള ആവശ്യത്തിന് എത്രത്തോളം പോഷക സമൃദ്ധമായ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഗ്രഹിച്ചിട്ട് അത് ആരോഗ്യത്തിന്റെ വളർച്ചയ്ക്ക്, ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് കൃത്യമായിട്ട് ഗ്രഹിച്ചിട്ട് തന്നെയാണ് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്നു അത് ഹോസ്പിറ്റലിൽ നിന്ന് റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്സ്. അതായത് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് എമൗണ്ട്, മതിയായ അളവിൽ ഓഫ് ഓൾ നെസസറി ന്യൂട്രിയൻസ്, അതായത് എല്ലാ പോഷക പ്രദമായിട്ടുള്ള ഘടകങ്ങളും റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, നല്ല ആരോഗ്യത്തിന് അല്ലെങ്കിൽ നല്ല ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ മതിയായ അളവിലുള്ള ഫുഡുകളാണ് പേഷ്യൻസ് എല്ലാം തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇന്നത്തെ വ്യക്തികളെല്ലാം അല്ലെ പീപ്പിൾസ് തിരഞ്ഞെടുക്കും. ന്യൂട്രീഷ്യൻസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. അതായത് സമീകൃതമായ ആഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെ നമ്മുടെ ആരോഗ്യത്തിന് പരിപാലിച്ചു കൊണ്ടുപോകാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുന്നത്.
then objectives എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ, എന്തായിരിക്കും ലക്ഷ്യങ്ങൾ നമുക്കറിയാം. ആരോഗ്യാവസ്ഥ അല്ലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. To provide a nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അതായത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇപ്പൊ ഡയറ്ററി സർവീസ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഹോസ്പിറ്റലിൽ ഒരു ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടായിരുന്നു. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്തുന്ന ഒരു സർവീസാണ് അവർ പ്രദാനം ചെയ്യുന്നത്. ഇനി അതിൽ ഒബ്ജക്റ്റീവ്സിൽ വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകുന്ന ഒരു സർവീസ് കാഴ്ചവെക്കുന്നുണ്ട്. അതേമാതിരി തന്നെ രുചികരമായിട്ടുള്ള അല്ലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില പേഷ്യൻസിന് ചിലപ്പോൾ ഉപ്പ് പാടില്ല, എരിവ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം രുചി എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ അതല്ലാതെ നമുക്കറിയാം കാന്റീൻ സർവീസ് ഒക്കെ നടത്തുമ്പോൾ അവര് പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാന്റീൻ സർവീസ് ഒക്കെ നടത്തുന്നത്. ഇതെല്ലാം ഈ സർവീസ് എല്ലാം ഡയറ്ററി സർവീസിന്റെ ഭാഗം തന്നെയാണ്. അതായത് കാന്റീൻ സർവീസ് ആണെങ്കിലും ഡയറ്ററി ചാർട്ട് അനുസരിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ബസ് അല്ലെ നഴ്സുമാർ സ്റ്റുഡൻസിനൊക്കെ ബസ് അവിടെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഡയറ്ററി സർവീസിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യൻസ്, ഡെലീഷ്യസ് രുചികരമായിട്ട് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റിറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ അല്ലെ നല്ല വൃത്തിയുള്ള രീതിയിൽ പ്രൊഡക്ഷൻ, ഡെലിവറി, വിതരണ രീതി എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലാണ്. അതേമാതിരി തന്നെ സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ് എല്ലാവർക്കും ശുചിത്വം പാലിക്കുന്ന തരത്തില് നല്ല വൃത്തിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രുചികരമായ രീതിയിൽ നല്ല പോഷക സമൃദ്ധമായ രീതിയിൽ സേവനത്തോടു കൂടി കാഴ്ചവെക്കുമ്പോഴാണ് അത് ഡയറ്ററി സർവീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിട്ട് മാറുന്നത്. സെക്കൻഡ് വൺ എവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അതായത് നമുക്കറിയാം ഒരു അല്ലെ നമ്മൾ എവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം വിലയിരുത്തുക. എന്താണ് ഡയറ്റ് പ്ലാനിങ് എന്ന് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് ചിലപ്പോൾ ഡയറ്ററി സർവീസ് ചെയ്യണമെന്ന ഡയറ്റീഷ്യന്റെ നിർബന്ധത്തിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അവര് ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും അവർ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വിലയിരുത്താനായിട്ട് ഇതുവഴി സാധിക്കും അല്ലെ. ഇപ്പൊ മെഡിസിൻ കൊടുത്തു, ഇന്ന ഡയറ്ററി ചാർട്ട് അനുസരിച്ചിട്ട് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ രോഗിക്ക് ഭേദങ്ങൾ അതായത് അസുഖത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇതുമൂലം സാധിക്കുന്നു. Then calculating caloric needs and nutrition care planning. അതായത് ഈ ഡയറ്ററി സർവീസ് നടത്തുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കലോറിക് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾക്കും എത്രത്തോളം ഊർജം ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Then personalized nutrition assistance for patients. അതായത് എന്തെങ്കിലും പേഴ്സണലായിട്ട് തന്നെ അല്ലെ ഓരോ വ്യക്തിക്കും പേഴ്സണലായിട്ട് വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും കൂടുതൽ പോഷകങ്ങൾ ഉൾപ്പെടുത്തണോ വേണ്ട എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ചില വ്യക്തികൾക്ക് നമുക്കറിയാം ബ്ലഡ് HB കുറയുന്ന വ്യക്തികൾക്കാണെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെടുന്ന ഭക്ഷണങ്ങളായിരിക്കും ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുക. അപ്പൊ പേഴ്സണലായി അവർ കുറച്ച് സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഡയറ്ററി സർവീസ് കൊണ്ട് സാധിക്കും. തന്നെ ഹോപ്പി ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. അതായത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും അതാണ് OP ആൻഡ് IP എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് അവർക്കെല്ലാം ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് നടത്താൻ ഡയറ്ററി സർവീസ് കൊണ്ട് സാധിക്കുന്നു. ട്രെയിനിങ് ഫോർ ഐറ്റം ഇൻ ഡയറ്റിക്സ്. അതായത് ഡയറ്റിക്സ് അവര് ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും ഡയറ്റ് ചാർട്ട് അനുസരിച്ചിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കൊരു ട്രെയിനിങ് കൂടി കിട്ടുകയാണ് അല്ലെ. ചില ഇന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ രോഗാവസ്ഥയ്ക്ക് ഇച്ചിരി കൂടി ഭേദമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അത് അനുസരിച്ചിട്ട് തന്നെ ആ ട്രെയിനിങ്ങോട് കൂടിയിട്ട് വീണ്ടും ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയറ്റീഷ്യൻസ് ആര് ഒരു ചെറിയ പാരഗ്രാഫും കൊണ്ടുണ്ട്, ജസ്റ്റ് വായിച്ചിട്ട് നോക്കാം. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ് ideally skilled in implementing and altering good routine of individual or population. അതായത് ജനസംഖ്യ മൊത്തത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നല്ല നമുക്കറിയാം പല കാര്യങ്ങളും സേവനം ചെയ്യുന്നത് ഈ ഡയറ്ററി സർവീസിന്റെ ഭാഗം തന്നെയായിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പോ കാന്റീൻ സർവീസ് ആണെങ്കിലും മെസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഡയറ്ററി ചാർട്ട് അനുസരിച്ചിട്ട് ഓരോ പാടിൽ ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലും
കേസ് ചെറിയ ചെറിയ രീതിയിലുള്ള കോഫി സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള സർവീസുകളാണെങ്കിലും ഇതെല്ലാം എന്താണ് നമ്മുടെ മൊത്തത്തില് ആരോഗ്യ ജനസംഖ്യക്ക് മൊത്തത്തില് അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സർവീസാണ് ഇവർ കൊടുക്കുന്നത് അല്ലെ. ഡയറ്റീഷ്യൻസ് ആർ എ ഹെൽത്ത് പ്രൊഫഷൻ. അവര് ആരോഗ്യപരമായിട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്. ഐഡിയലി സ്കിൽഡ് ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഫുഡ് റൂട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ജനസമൂഹത്തിന് മൊത്തത്തില് നല്ല രീതിയിലുള്ള അല്ലെ നല്ല കഴിവുറ്റ രീതിയിലുള്ള സേവനം തന്നെയാണ് ഇവരും കാഴ്ചവെക്കുന്നത്. A dietitian is the one who manages the preparation of a therapeutic or other diets for individuals or group in a hospital. അതായത് ഡയറ്റീഷ്യൻസ് എന്താണ് പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് നോക്കി അല്ലെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചികിത്സാപരമായിട്ടുള്ള ഒരു ചാർട്ട് പ്രധാനമായിട്ടും അവര് കൺട്രോളിൽ അല്ലെ. നമുക്കറിയാം ഒരു ഷുഗർ പേഷ്യന്റിന്റെ ചാർട്ടിൽ എന്താണ് ഷുഗറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കാണില്ല. അതേമാതിരി തന്നെ പ്രഷർ കൂടിയ വ്യക്തികളാണെങ്കിൽ അവരുടെ ചാർട്ടില് അതുമായി ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ വർദ്ധിച്ചിട്ടായിട്ടായിരിക്കും അവർക്ക് ആ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇനി ഒരു കേസിൽ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇൻഡിവിജ്വലി ചില വ്യക്തികൾക്ക് ചില ഭക്ഷണം ഉൾപ്പെടുത്തി മാത്രം കൊടുക്കുകയുള്ളൂ. അതേസമയം നമുക്കറിയാം ഒരു വാർഡ്, അതായത് ഇപ്പൊ പ്രഷർ കൂടിയ അതായത് ഷുഗർ പേഷ്യൻസിനുള്ള മാത്രമുള്ള ഒരു വാർഡാണെങ്കിൽ ആ വാർഡിലെ ഓരോ ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരേ ചാർട്ട് തന്നെ ആയിരിക്കും അല്ലെ. അതില് ഷുഗറുമായി ബന്ധപ്പെടുന്ന വസ്തുക്കൾ ഉൾപ്പെടാത്ത രീതിയിലുള്ള ഭക്ഷണ രീതികളായിരിക്കും ഉൾപ്പെടുത്തിയിട്ട് അവിടെ വിതരണം ചെയ്യുന്നത്. ആ പേഷ്യൻസിന് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് ഒരു റൂമില് ഒരു പേഷ്യന്റിന് സ്പെഷ്യലി ഇൻഡിവിജ്വലി ആ വ്യക്തിയുടെ ചാർട്ട് അനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വേറെ രീതിയിലുള്ള ഭക്ഷണ രീതിയും ഉൾപ്പെടുത്തുന്നത് ആരാണ്? നമ്മുടെ ഡയറ്ററി ചാർട്ട് കൈകാര്യം ചെയ്യുന്നത് ഡയറ്റീഷ്യൻസ് ആണ്. അവരുടെ മേൽനോട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഡയറ്റീഷ്യൻ ഈസ് വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് എ തെറാപ്റ്റിക് എന്ന് വെച്ചാൽ ചികിത്സാപരമായ രീതി ഓർ അതർ ഡയറ്റ്സ് ഫോർ ഇൻഡിവിജ്വൽസ് വ്യക്തികൾക്ക് മാത്രമായിട്ട് അവർ തയ്യാറാക്കുന്നു ഓർ ഗ്രൂപ്പ്സ് ഇൻ ഹോസ്പിറ്റൽ ഒരു ഗ്രൂപ്പുകൾക്ക് മൊത്തത്തില്. അതേമാതിരി നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും കൂടി പരിഗണിച്ചിട്ടാണ് അവിടെ ആ സേവനം കാഴ്ചവെക്കുന്നത് അല്ലെ. Other establishment and for workers in a particular sectors instruction in selection and proper preparation of food as per dietetic principles, discharge duties concerned with the nutrition programs and other various elements ആണ്. അപ്പൊ അങ്ങനെ സ്പെഷ്യലി അവരത് കൈകാര്യം ചെയ്യുന്നു എന്ന് നിർദ്ദേശിക്കുന്നു. അതേമാതിരി തന്നെ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണ്, ഇവർ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് അവരുടെ ആ ഡയറ്ററ്റ് ആ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഭക്ഷണക്രമത്തിന്റെ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ഇൻ കേസ് ഡിസ്ചാർജ് ഡ്യൂട്ടീസ് വരുമ്പോൾ നമുക്കറിയാലേ നമ്മള് പേഷ്യൻസിന് ചില ഭക്ഷണക്രമങ്ങളൊക്കെ ഉൾപ്പെടുത്തി മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കും. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുമ്പോഴും എന്താണ് അവർക്ക് അതിൻ്റെതായ ചാർട്ട് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഡിസ്ചാർജ് കാര്യങ്ങളിലേക്കൊക്കെ വിടുന്നത്. Discharge duties concerned with the nutrition programs and may be liable for food purchasing on behalf of an organization or establishment. അതേമാതിരി തന്നെ നമുക്കറിയാം ഇന്ന പേഴ്സൺസിന് ഇന്ന സാധനങ്ങൾ വേണം എന്ന ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം അതനുസരിച്ചിട്ടാണ് ആ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ച് ഉത്പാദന ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതിനെല്ലാം ഡയറ്റീഷ്യന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട റോളുണ്ട്. ഓരോ ഹോസ്പിറ്റലിന്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണകാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ലൊരു സർവീസിന്റെ ഭാഗം തന്നെയാണെന്ന് എടുത്തു പറയുകയാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നതോടൊപ്പം ഓരോ ഗ്രൂപ്പിന് ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. അതേമാതിരി തന്നെ മൊത്തത്തില് അല്ലെ നമ്മുടെ പീപ്പിൾസിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ചില സ്ഥലത്ത് ചില ഫുഡുകൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇൻ കേസ് എനിക്ക് ഓരോരുത്തർക്കും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ചാർട്ട് അനുസരിച്ചിട്ട് അവരെ കൗൺസിൽ ചെയ്ത് കൊടുക്കേണ്ട ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് കൗൺസിൽ ചെയ്ത് അവരെ പറഞ്ഞേക്കേണ്ട ഒരു കുട്ടിയുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തികൾക്ക് ഇന്ന സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇത്രയും മൂല്യങ്ങളുള്ള വസ്തുക്കളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ മേടിക്കേണ്ടതുണ്ട്. ആ ഒരു മേൽനോട്ടം കൂടി ഡയറ്റീഷ്യൻസ് നിർവഹിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഡയറ്റീഷ്യൻ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്തായാലും മനസ്സിലായി കാണും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളെ ഡോക്ടറെ ചോദിക്കാം. ഒന്നുകൂടെ വായിക്കാം.
ഫസ്റ്റ് പാരഗ്രാഫില് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഇസ് എ സർവീസ് that meets the needs of a patients coming from outside കഴിഞ്ഞിട്ട്, അതായത് ഇൻപേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ള ഭാഗം വെട്ടിക്കളയാം. ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് റിഗാർഡിംഗ് ഡയറ്റ് പിന്നെ ഓക്കെ റെക്കമെൻഡേഷൻസ് ആൻഡ് ഫുഡ് കൗൺസിലിംഗ് അത് തന്നെ അങ്ങോട്ട് കൺഫ്യൂസ് ചെയ്താൽ മതി. എന്താണ് വെട്ടേണ്ടത്? ഇൻപേഷ്യന്റ് ഗിവൻ ന്യൂട്രീഷൻ എന്നുള്ള ഭാഗം വെട്ടുക. റിഗാർഡിംഗ് ഡയറ്റ്. Then next sentence lo nokka recommendation and food counseling based on their needs while taking their diseases vettuka, taking their kind and nature of diseases. avade their diseases vettite their kind and nature of diseases consideration, adha diseases inde rogathinte swabhavam അതിന്റെ രീതിക്ക് അനുസരിച്ചിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു തയ്യാറാക്കുന്നത് എന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് സെന്റൻസിന് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ ഡിസീസസ് വെട്ട കൈൻഡ് ആൻഡ് നേച്ചർ ഇൻടു എത്തിയിട്ട് ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? എന്താണ് അവരുടെ ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നു. എന്താണ്? ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അതായത് നമുക്കറിയാം ശരീരത്തിന് എപ്പോഴും അല്ലെ ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ആവശ്യമില്ല. ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ആണ് ശരീരത്തിന് എപ്പോഴും നല്ലത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇതിൽ ഈ ഡയറ്ററി മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താണ്? ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിത രീതി can be obtained by sustaining a balanced diet. നല്ല സമീകൃതമായിട്ടുള്ള ഒരു ഡയറ്റ് നടത്തിയാൽ മാത്രമേ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സസ്റ്റെയിനിങ് എന്ന് വെച്ചാൽ നിലനിർത്തുക. A balanced diet and keeping in consideration to meet all the essential nutrients needed by the body. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അതായത് മതിയായ രീതിയിലുള്ള ന്യൂട്രിയൻസ് മനസ്സിലാക്കി എത്രത്തോളം വേണമെന്ന് പരിഗണിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അത് സമീകൃതമായിട്ടുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു രീതിയാണ് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ലൊരു ആരോഗ്യപ്രദമായ ജീവിതശൈലി എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ വലിച്ചുവാരി കഴിക്കണമെന്നില്ല. അതേമാതിരി തന്നെ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം വൈറ്റമിൻ എ വേണം, ബി വേണം, സി വേണം, അതേമാതിരി തന്നെ വൈറ്റമിൻ ഡി, അങ്ങനെ പല വൈറ്റമിൻസും കൂടെ ആവശ്യമുണ്ട് ശരീരത്തിന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട്. അത് എത്രത്തോളം വേണം? ചിലത് അധികമായാലും പ്രോബ്ലമാണ്, ചിലത് കുറഞ്ഞു പോയാലും പ്രോബ്ലമാണ്. അപ്പൊ അതിന് സമീകൃതമായിട്ടുള്ള രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം മാനേജ് ചെയ്യാനായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ് എന്ന് പറയുന്നു. A proper meal plan helps to achieve ideal body weight and lower the risk of chronic diseases like diabetes, cardiovascular and other type of cancer. അതായത് നമുക്കറിയാം നല്ല രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണക്രമമല്ല എങ്കിൽ എന്താണ് ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് വിട്ടുമാറാത്ത ഡയബറ്റീസ് ആയിട്ടുള്ള അല്ലെ, പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ, അതേമാതിരി തന്നെ കാർഡിയോവാസ്കുലർ ഹേർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നല്ല സമീകൃതമായിട്ടുള്ള ആരോഗ്യ രീതിയിലുള്ള ഭക്ഷണമാണ് ഉൾപ്പെടുത്തണമെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയുണ്ടാവും. അപ്പൊ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, അതേമാതിരി തന്നെ അപ്പൊ ഓവർ വെയിറ്റ് ആവാനും പാടില്ല. ഡെഫിഷ്യൻസി അല്ലെ, ശരീരത്തിന് പറ്റാത്തത് ആവശ്യമുള്ള ഘടകങ്ങൾ ഡെവലപ്പിയും വരാനായിട്ടും പാടില്ല എന്നുള്ളതാണ്.
അപ്പൊ അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇൻ ദ ഡയറ്ററി മാനേജ്മെന്റ്. ഇനി വീണ്ടും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. ഏതൊക്കെ തരത്തിലുള്ള ഡയറ്റുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചില കാര്യങ്ങളിൽ ഹെവി വെയിറ്റ് കൂടുമ്പോൾ പറയും നിങ്ങൾ ഭക്ഷണത്തിൽ ഇന്ന സാധനങ്ങൾ കൺട്രോൾ ചെയ്യും, ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഫുഡുകൾ കഴിക്കാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ ചിലര് ദൗർലഭ്യമാണ് ഉള്ള വ്യക്തികളാണെങ്കിൽ, അതായത് വൈറ്റമിൻ എയോ ബിയോ എന്താണ് എന്നുള്ള ഡെഫിഷ്യൻസി എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ചിലർക്ക് നിർദ്ദേശങ്ങൾ നൽകും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡയറ്റുകളുണ്ട്. ഹേർട്ടുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഹേർട്ട് ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാനായിട്ട് അവർ നിർദ്ദേശിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ വെയിറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ട്രബിൾസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡയറ്റുകൾ ഉണ്ടാവാം. അത് ഡോക്ടേഴ്സിന്റെ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഡോക്ടേഴ്സ് നിശ്ചയിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് കാർഡിയക് ഡയറ്റ്? അല്ലെ നമ്മൾ പറഞ്ഞു ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ഉള്ളവർക്ക് ആ ട്രീറ്റ്മെന്റിനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ എന്താണോ നമുക്കറിയാം. ഒരു രോഗിയുടെ രോഗാവസ്ഥ എങ്ങനെയാണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് ഭക്ഷണക്രമം തയ്യാറാക്കുന്നത്. അത് ഡയറ്റീഷ്യന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയറ്റീഷ്യനെ തന്നെ അവര് തന്നെ ആ ഭക്ഷണക്രമം തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പൊ കാർഡിയക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് നിർദ്ദേശിക്കുന്നതാണ്. ദെൻ റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഡ്നി അല്ലെ ഫെയിലിയർ ഒക്കെ ആവുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള മാറ്റേഴ്സ് പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സോഡിയം ഉപ്പിന്റെ അളവ് അത് കുറയ്ക്കുന്ന തരത്തിലുള്ള ഡയറ്റീഷ്യൻ ക്രമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദെൻ സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഭക്ഷണം ഹാർഡായിട്ടുള്ള ബ്രെഡോ അങ്ങനെ ചെറിയ അല്ലെ അധികം ഇപ്പൊ ഹെവി വെയിറ്റ് ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആകുമ്പോൾ ഭക്ഷണം കുറച്ചു കൊണ്ടുവരാൻ പറയും. പക്ഷെ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതായിട്ടും കഴിക്കേണ്ടതായിട്ടും വരും. ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളായിട്ട് വരും അല്ലെ. അപ്പൊ അവരെന്താണ് ഭക്ഷണക്രമത്തിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് പറയും. ഓരോ വ്യക്തിയുടെയും ഓരോ രോഗിയുടെയും വ്യത്യസ്ത രോഗാവസ്ഥയുടെ ബേസിലായിരിക്കും ഇത്തരത്തിലുള്ള ഡയറ്റീഷ്യൻ ചാർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ഡയറ്റ് കൗൺസിലിംഗ് നടത്തി കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് വ്യത്യസ്തതകളുണ്ട്. കാർഡിയക് ഡയറ്റ് ഉണ്ട്. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കാണെങ്കിൽ റീനൽ ഡയറ്റ് ആണ് തയ്യാറാക്കി കൊടുക്കുക. ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, അതേമാതിരി തന്നെ ഡയബറ്റിക് ഡയറ്റ് അല്ലെ നമുക്കറിയാം പ്രമേഹം പോലെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭക്ഷണ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലത് ഒഴിവാക്കേണ്ടതും വരും, ചിലത് ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരും. മിക്കവാറും അല്ലെ ഒഴിവാക്കി കളയാനായിട്ടായിരിക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. കൂടുതൽ പ്രോട്ടീനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ചില വസ്തുക്കളിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രോട്ടീനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ നമ്മള് അല്ലെ നമുക്ക് കിട്ടുന്ന നമ്മുടെ മാർക്കറ്റില് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ചെറിയ രീതിയിൽ അല്ലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, അതായത് നമ്മുടെ ബ്രെഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് പ്രധാനമായിട്ടും ലൈറ്റ് ഫുഡ്. അതായത് നമുക്കറിയാം ബ്രെഡ്, കഞ്ഞി പോലെയുള്ള ഭക്ഷണം നമുക്കിപ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തപ്പോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഡോക്ടേഴ്സ് ആദ്യം തന്നെ നിർദ്ദേശിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ മതി. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ കിഡ്നി പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ വിഷയത്തെ സംരക്ഷിക്കാൻ, കിഡ്നിയെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അതിനെ കൊണ്ട് ഓവർലോഡ് വർക്ക് അല്ലെ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. കിഡ്നിയുടെ അതിന്റെ ആവശ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഡയറ്റീഷ്യൻ ചാർട്ട് തയ്യാറാക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാലോ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടായിരിക്കും. അപ്പൊ എന്താണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും ഇന്ന ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തി കഴിക്കാൻ. ഇനി നമ്മൾ പറഞ്ഞു ഡയബറ്റിക് ഡയറ്റ് വരെ പറഞ്ഞു, ഹൈ പ്രോട്ടീൻ ഡയറ്റും പറഞ്ഞു. ദെൻ ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് ചെല്ലുമ്പോൾ തന്നെ അറിയാം ജ്യൂസ് പോലെയുള്ള വസ്തുക്കളായിരിക്കും. ചിലപ്പോ പ്രായമായ വ്യക്തികളൊക്കെ ആവാൻ നമുക്കറിയാം അവർക്ക് ഒരുപാട് ചിലപ്പോ കിടപ്പ് വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ഒരുപാട് ഭക്ഷണം
വാരി വെച്ച് കഴിച്ച് അവരുടെ ആരോഗ്യത്തിനൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അവരെന്താണ് പക്ഷെ ജീവൻ കണ്ടിന്യൂ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയറ്റ് എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള അറിയാം. രാവിലെ നിങ്ങൾ ഇത്രയും ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുക, കരിക്കൻ വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ലാതെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിൽ, അല്ലാതെ ഓവർ ഹെവി ഫുഡൊന്നും അവർക്ക് ചിലപ്പോൾ ആ പ്രായത്തിൻ്റെതനുസരിച്ചിട്ട് കിടപ്പുരോഗികളായിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ബാക്കി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും ഇന്ന ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം ഡോക്ടേഴ്സ് രോഗിയുടെ രോഗാവസ്ഥയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്. ചിലർക്ക് ഹെവി വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ഫുഡൊക്കെ നിർദ്ദേശിക്കും. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് ചിലപ്പോൾ ജ്യൂസ് പോലെയുള്ള ലിക്വിഡ് ഡയറ്റുകൾ നിർദ്ദേശിക്കും. അതേപോലെ കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ റീനൽ ഡയറ്റ് അവരുടെ ചാർട്ടിന് അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഡയറ്റ് കാര്യങ്ങളായിരിക്കും നിർദ്ദേശിക്കുന്നത്. ഡയബറ്റിക്കും അതേമാതിരി ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റീഷ്യൻസ് ഒക്കെ ആയിരിക്കും അവരെ നിർദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് ഡയറ്റീഷ്യൻസ് ഡയറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് എടുക്കാം. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ജ്യൂസി മോഡലില് ഇപ്പൊ നമുക്ക് അറിയാം, ചിലപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കണം, ജ്യൂസ് പോലെയുള്ള ഇതുകൾ കഴിക്കാം. ചിലർക്ക് ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവർക്ക് കൊണ്ട് സൂപ്പ് കഴിപ്പിച്ചായിരിക്കും. അതായത് അത് ലിക്വിഡ് ആണ് അല്ലെ, സൂപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലിക്വിഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ അതിലുണ്ടാവും. അതേമാതിരി തന്നെ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം, കരിക്കിൻ വെള്ളം, അതെ സ്മൂത്തി ആയിട്ടുള്ള രീതിയിൽ ഉള്ളത്, അങ്ങനെയുള്ള ഭക്ഷണ ഇതാണ് അതിൽ പറയാം. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നതും ജ്യൂസി ഡയറ്റ് ലിക്വിഡ് ഡയറ്റും പറയുന്നത് സെയിം അല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കണായിരിക്കും. സോഫ്റ്റ് ഡയറ്റ് പൊതുവെ എന്താണ്, നമുക്ക് വെള്ളത്തിന്റെ അംശത്തിനേക്കാൾ ഉപരി അവര് നമുക്കറിയാം ചിലർക്ക് വെള്ളത്തിന്റെ അംശം വേണ്ടി വരും അല്ലെ. ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് ജ്യൂസ് പോലെയുള്ള അംശങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അവര് ആക്ച്വലി വെള്ളത്തിനൊന്നും കുഴപ്പമില്ല, അവര് വെള്ളം എന്ത് വേണമെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യും. മറ്റവർക്ക് വെള്ളവും വേണം, അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ചില ഭക്ഷണ പ്രോട്ടീൻസും കൂടിയും വേണം. രണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ ആയിരിക്കണം വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ജ്യൂസും അതേമാതിരി തന്നെ എന്താ പറയുക സൂപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവരുടെ രണ്ട് കാര്യവും പെർഫോം ചെയ്തു പോകും. അതേസമയം സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ എന്താണ്, അവർക്ക് ഭക്ഷണം അത് ഹെവി ആയിട്ടുള്ള കുറച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കാൻ വേണ്ടിയിട്ടായി. അതെ, ഓട്സ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. എന്നാൽ ഓരോ നേരം ഭക്ഷണങ്ങൾ ഫുള്ളായിട്ട് അല്ലെ, നമുക്കറിയാം വെയിറ്റ് ഒക്കെ വരുന്ന വ്യക്തികളെ നിങ്ങളും അല്ലെ എന്ത് ചെയ്യുന്നുണ്ടാവും. അതായത് അവര് എന്താണ് ലഞ്ചിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിലും ഒക്കെ എന്താണ് ഭക്ഷണത്തിന്റെ അളവില് കുറവ് ക്രമീകരിച്ചുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്താണ് സോഫ്റ്റ് ഡയറ്റും ലിക്വിഡ് ഡയറ്റും തമ്മിലൊരു ചെറിയ വേരിയേഷൻ വരുന്നത്. മറ്റതിൽ എന്താണ് ലിക്വിഡ് ഡയറ്റിൽ നമുക്കറിയാം വെള്ളം, അവർക്ക് സോഫ്റ്റ് ഡയറ്റ് ഉള്ളവർക്ക് വെള്ളം കുടിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിയും എല്ലാം കൂടി ഇപ്പൊ കിടപ്പ് രോഗികൾക്ക് എന്താണ് എല്ലാ ഭക്ഷണവും കഴിച്ച് വെള്ളം കുടിച്ച് എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അവർക്ക് പക്ഷെ മതിയായ അളവില് വെള്ളവും വേണം, അതേമാതിരി മതിയായ രീതിയിലുള്ള ന്യൂട്രീഷ്യൻസും പോഷകം കാര്യങ്ങളും വേണം. അപ്പൊ രണ്ടും കൂടിയും ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണക്രമങ്ങൾ ഡോക്ടേഴ്സ് നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഒരു ചെറിയ ഭാഗം കൂടി നോക്കാം. എന്താണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ.
നമ്മൾ പറഞ്ഞായിരുന്നു. ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. കാൻറ്റീൻ സർവീസ്, മെസ്സും അതേപോലെ തന്നെ ഓരോ വാർഡിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന പ്ലേസും എല്ലാം കൂടി ഒന്നിച്ചാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ലൊക്കേഷനും ഡിസൈനും പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. അതായത് പൊതുവെ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം ഈ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. The design and the physical facility of the department have an importance on the standard of food service, labor cost and the moral of employees. അതായത് നല്ല രീതിയിലല്ലേ ധാർമ്മികത മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല സേവനമാണ് എന്ത് നമുക്ക് ഈ ഡയറ്ററി സർവീസിൽ നിന്ന് കാഴ്ചവെക്കുന്നത് എന്നാണ്. അതായത് ഫിസിക്കൽ ഫെസിലിറ്റിയും ഓൺ ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഫുഡ് സർവീസ്. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അവർ സേവനം ചെയ്തതോടുകൂടെ കാഴ്ചവെക്കുന്നത്. ലേബർ കോസ്റ്റ്, അതിന്റെയൊക്കെ കോസ്റ്റ് മിതമായ നിരക്കില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ് ഫെസിലിറ്റി അനുവദിച്ചു തരുന്ന ഒരു സംരംഭമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്ററി സർവീസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതില് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിങ്ങിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പിലുള്ളത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. അതിന് കീഴിലാണ് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നത്. വീണ്ടും ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. അവർക്ക് താഴെയാണ് സൂപ്പർവൈസർ വരുന്നത്. സൂപ്പർവൈസർ ആണെങ്കിൽ കുക്കിന്റെയും പേരേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതരണക്കാരുടെയും മേൽനോട്ടം വഹിക്കുന്നതാണ് സൂപ്പർവൈസർ. അതായത് കുക്കിനെയും മേൽനോട്ടം. ധാർമ്മികത എന്നുള്ളതാണ് മനോവീര്യം. അതായത് എംപ്ലോയീസിന്റെ മനോവീര്യം കൂടി നല്ല രീതിയിലല്ലേ നമ്മള് ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനത്തോടു കൂടി പറയുന്നത്. അതായത് മിതമായ നിരക്ക് നല്ല ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവര് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും മോറൽ ഓഫ് കോൺഫിഡൻസ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു നല്ല കോൺഫിഡൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. മിനിമം ഓക്കെ. then ലേബർ കോസ്റ്റ് ആൻഡ് മോറൽ എംപ്ലോയീസ്. ഇനി എന്താണ് പറയാനുള്ളത്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ഏറ്റവും ടോപ്പിലുള്ളത് എന്താണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. ചീഫ് ഡയറ്റീഷ്യന് ഡയറ്റീഷ്യൻ അതിന്റെ കീഴിലാണ് ഡയറ്റീഷ്യൻ വരുന്നത്. ഡയറ്റീഷ്യന്റെ കീഴിലാണ് സൂപ്പർവൈസർ കുക്കിന്റെ കാര്യങ്ങളും അതേമാതിരി തന്നെ ബെയറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതരണം നടത്തുന്നവരുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. കുക്കിന്റെ കീഴിൽ ഒരു അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്. ദെൻ ബെയറേഴ്സിന്റെ വിതരണക്കാരുടെ കീഴില് ക്ലീനേഴ്സും വരുന്നുണ്ട്. മോറൽ മീൻസ് കോൺഫിഡൻസ്. നല്ല ആ ഒരു സെന്റൻസിന്റെ മീനിങ്ങിലേക്ക് നിങ്ങൾ എടുക്കുക. അതില് പ്രധാനമായിട്ടും മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോവീര്യം എന്നാണ് മീൻ ചെയ്യുന്നത്. മോറൽ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അവര് നല്ല നമുക്ക് വിശ്വസിക്കാം. അതായത് അവിടെയുള്ള എംപ്ലോയീസ് എന്താണ് നമുക്ക് തരുന്നത് നല്ല സേവനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ലേബർ കോസ്റ്റ് ആൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മിതമായ നിരക്കില് അതേമാതിരി തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയി. ഓക്കെ, ധാർമ്മികത. ഓക്കെ, ഞാൻ ധാർമ്മികത പറഞ്ഞു തോന്നണം നേരത്തെ ഒരു പേരില് അതിന്റെ പേരില്. പിന്നെ കോൺഫിഡൻസും കൂടി അവർക്ക് ആ എംപ്ലോയീസ് നല്ല രീതിയിലാണ് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫുഡാണ് അവർ കാഴ്ചവെക്കുന്നത്. അതേമാതിരി തന്നെ മിതമായ നിരക്കിലാണ് നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റും. അതായത് അവർ ആ കുക്കിനെ വിശ്വസിക്കാം. നമുക്കറിയാലേ നല്ല ഭക്ഷണത്തിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ചീറ്റും സംഭവിക്കല്ലേ. നമ്മള് ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമുക്കറിയാം പലപ്പോഴും ചില ക്യാൻറ്റീൻ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഹോട്ടലിനൊക്കെ പറയുമ്പോൾ കുറെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്ന് അസുഖങ്ങൾ വരാനായിട്ട് അല്ലെ ആരെങ്കിലൊക്കെ ചിലപ്പോ ഒന്നിച്ച് തന്നെ അഡ്മിറ്റ് ഒക്കെ ആവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലംസും വിഷ് ചെയ്യില്ല എന്നാണ് അവർ മീൻ ചെയ്യുന്നത്. നമുക്ക് അവരെ വിശ്വസിക്കാം. ഒരു ധാർമ്മിക മൂല്യത്തോട് കൂടിയിട്ടാണ് അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അതായത് അവര് നമുക്ക് ചീറ്റ് ചെയ്യില്ല. അവരെ കോൺഫിഡൻസ്, അവരെ നമുക്ക് ആത്മവിശ്വസിക്കാം, ആത്മാർത്ഥതയോടെ വിശ്വസിക്കാം എന്നാണ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരു ധാർമ്മികത ഉള്ള മീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാക്കി ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആത്മവിശ്വാസം ഉണർത്തുന്ന എന്നുള്ള മീനിങ്ങിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പം അതാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്താ, നമ്മൾക്ക് അവിടെ മിതമായ നിരക്കിൽ നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്.
അത് നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെയാണ് സ്റ്റാഫിങ്ങിലേക്ക് പോകുന്നത്. ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? നെക്സ്റ്റിലേക്ക് പോണേക്ക് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. അവിടെ പ്രധാനമായിട്ടും ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത് സ്ഥാപിക്കുന്നത്. ദ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ്. അതായത് ഡിസൈൻ അനുസരിച്ചിട്ടും അതിന്റെ രൂപകൽപ്പന അനുസരിച്ചിട്ടും അവിടെയുള്ള സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ് സർവീസ് ആണ് അവർ തരുന്നത്. അതേമാതിരി തന്നെ ലേബർ കോസ്റ്റ്, അതിന്റെ ആ ഒരു തൊഴിൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ മിതമായ നിരക്കിലാണ്. ആൻഡ് ദ മോറൽ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസ് ധാർമ്മികത, അവരുടെ ധാർമ്മിക കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അവരുടെ സേവനം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ലെവലിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തന്നെ സ്റ്റാഫിങ്. ഇവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രത്യേകത ഏറ്റവും ടോപ്പിലുള്ളത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. അവർക്ക് കീഴിലാണ് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നത്. പിന്നെ അതിന് കീഴിൽ ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. അതിന് കീഴിൽ സൂപ്പർവൈസർ ആണെങ്കിൽ കുക്കിന്റെ പേരസിന്റെ വിതരണക്കാരുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കുക്കിന്റെ കീഴിൽ അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിൽ ഡയറ്റീഷ്യൻ വന്ന മാതിരി തന്നെ കുക്കിന് ഒരു അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്. അതേമാതിരി ബിയേഴ്സിന്റെ, അതായത് വിതരണക്കാർക്ക് കീഴില് അത് ക്ലീനിങ് നടപടികളൊക്കെ ചെയ്യാനുള്ള ക്ലീനേഴ്സും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കി ചോദിക്കാം. ക്ലിയർ ആണോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ്? റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. ഡയറ്റീഷ്യൻസിന്റെ പ്രധാനപ്പെട്ട പങ്ക് അല്ലെ, അവര് എന്താണ്, എന്തൊക്കെ പങ്കാണ് വഹിക്കുന്നത്, അവരുടെ ഡ്യൂട്ടിയിൽ എന്താണ് കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിങ്ങനെ വരുന്നുണ്ട്, പോയിന്റ് വൈസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമ്മൾ കണ്ടായിരുന്നല്ലേ നമ്മുടെ ഹോസ്പിറ്റലില് ചീഫ് ഡയറ്റീഷ്യൻ ആൻഡ് ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഡയറ്റീഷ്യൻ ആയിരിക്കും ഒരുപക്ഷെ ചാർട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ, ഇന്ന പേഷ്യൻസിനെ ഇന്ന ഫുഡുകൾ ഉൾപ്പെടുത്തുക. ഇനി ഡയറ്റീഷ്യൻസ് ആണ് ഓരോ വേർഡിലേക്കും അല്ലെങ്കിൽ അവര് തയ്യാറാക്കി തരുന്നത് അനുസരിച്ചിട്ട് ഇന്ന ഫുഡുകളെല്ലാം ഇന്ന സാധനങ്ങൾ അവിടെ പർച്ചേസ് ചെയ്തിട്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഡയറ്റീഷ്യൻസ് ആയിരിക്കും. ചാർട്ട് തയ്യാറാക്കുന്ന ഒരു പക്ഷെ എന്താണ് ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. ചിലപ്പോ നമുക്കറിയാം ചില ഹോസ്പിറ്റലിലായിരിക്കും ഈ പറഞ്ഞ ചീഫ് ഡയറ്റീഷ്യൻസും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. പക്ഷെ ചില ഹോസ്പിറ്റലിൽ എന്താണെങ്കിലും ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും രണ്ടും കാര്യം ചെയ്യുന്നത്. അതായത് ചാർട്ട് തയ്യാറാക്കുന്നതും പർച്ചേസ് ഇന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് അവരെ അറിയിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് എന്താ പറയുക, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി വലുതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പേഴ്സൺസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഫെസിലിറ്റി കുറവാണെങ്കിൽ നമ്മള് കുക്കിന്റെ കാര്യത്തിൽ തന്നെ ചീഫ് കുക്ക് ഉണ്ട്, അസിസ്റ്റന്റ് കുക്കും ഉണ്ട്. ചിലവർക്ക് ചിലപ്പോൾ രണ്ടും കൂടി ഒരേ കുക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ഇതിലും അത് തന്നെയാണ് ചീഫ് ഡയറ്റീഷ്യനെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ എന്തായിരിക്കും മാറ്റേഴ്സ്, അവര് തയ്യാറാക്കലെല്ലാം ചീഫ് ഡയറ്റീഷ്യൻസ് ആയിരിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് മേൽനോട്ടം വഹിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഡയറ്റീഷ്യൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ അസിസ്റ്റന്റുമാരും മെയിൻ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നവര് അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള പേഴ്സൺസ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതിനെ അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അസിസ്റ്റന്റ് പേഴ്സൺസ് ചെയ്യുന്നത്. ഓരോ സ്ഥാപനത്തിന്റെയും വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ഇത്തരം വ്യക്തികളെ നിയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. ഇതില് തന്നെ റോൾ എന്ന് പറയുമ്പോഴും എന്താണ് വേറെ വ്യക്തികൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഡയറ്റീഷ്യൻസിന്റെ ചീഫ് ഡയറ്റീഷ്യൻസിന്റെ അത് തന്നെയാണ് അതിൽ വരുന്നത്. റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് അതായത് ചീഫ് ഡയറ്റീഷ്യൻസിന്റെ പങ്ക് എന്താണ്, ഡയറ്റീഷ്യൻസിന്റെ പങ്ക് എന്താണെന്ന് പ്രത്യേകിച്ച് ലേബൽ ചെയ്യുന്നില്ല. അത് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി വലുതാണെങ്കിൽ അതനുസരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യും. മൊത്തത്തിൽ നമുക്കറിയാം ഡയറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ ചാർട്ട് തയ്യാറാക്കുന്നതാണ് പ്രധാനമായിട്ടും. ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് അതായത് ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് അതിനുള്ള സൗകര്യം അനുവദിച്ചു കൊടുക്കുകയാണ്. അതായത് ഇന്നത്തെ ഭക്ഷണത്തില് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അവർ ചാർട്ട് തയ്യാറാക്കിയിട്ട് കൊടുക്കും. ഡയറ്റീഷ്യന്റെ ഹെൽപ്പ് വേണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ അതേ രീതിയിൽ തന്നെ ചാർട്ട് തയ്യാറാക്കിയിട്ട് ഇന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇന്നത്തെ പേഷ്യൻസിന് ഉൾപ്പെടുത്തണം. ഇന്ന വാർഡില് അല്ലെങ്കിൽ ഇന്ന റൂമില് ഇന്ന പേഷ്യൻസിന് ഈ രീതിയിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് എന്നുള്ള ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ദിവസം ചിലപ്പോൾ എന്തെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റുകൾക്ക് വിധേയമാക്കി കഴിയുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഡയറ്റീഷ്യൻ വീണ്ടും ചാർട്ട് മാറ്റി കൊടുക്കും. എന്തെങ്കിലും വീണ്ടും അഡീഷണലി കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻപേഷ്യന്റ് കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. എന്റെ ഡയറ്റ് കൗൺസിലിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അവര് പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഔട്ട് പേഷ്യന്റ് ആവുമ്പോൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിക്കാത്ത പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ ആ പേഷ്യൻസിനെ ഡയറ്റീഷ്യന്റെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻസിനെ കാണുമ്പോൾ ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കും നിങ്ങൾ വിധിച്ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഭക്ഷണത്തിനോടൊപ്പം ഇന്ന ഗുളികയോടൊപ്പം അല്ലെങ്കിൽ മെഡിസിനോടൊപ്പം ഇന്ന ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ അവർ തമ്മിൽ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഡയറ്റ് കൗൺസിലിംഗിൽ വരുന്നത്. കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വാണിജ്യപരമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു റോളാണ് കമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതായത് നമുക്ക് ഡയറ്റീഷ്യൻ ചാർട്ട് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അല്ലെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്താണ് ആ ഒരു ട്രെയിനിങ്ങും റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തി വരുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഡയറ്ററി സർവീസിൽ നിന്നാണ് ഭക്ഷണങ്ങൾ അവർക്ക് രോഗികൾക്ക് കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചെടുക്കുന്നത്, വീണ്ടും എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതും ഈ ഒരു സർവീസിൽ തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ചെറുതായിട്ട് തന്നെ ഞാൻ പറഞ്ഞ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതുവരെയത്തേല്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്.
ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.